കിനാവിൻ പ്രണയവനിയിൽ അലിഞ്ഞു ചേർന്ന രാഗമായി ഹബീബിൻ മധുനുകരുമാ മനം കവർന്ന താളമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസാനത്ത് ഭാഗം 37. വമൻ യഈശു ഫരീദൻ അൻ ഖാരിബിഹി ബിത്വീബി ഐശിൻ വഹും ഫി ശിദ്ദത്തിൽ ളറരി കമൻ യുജാവിസു സൈലൻ ആഖിദൽ നബി من قلبه دون ثور عابر النهر. ومن ഒരുത്തൻ യഈശു അവൻ ജീവിക്കും, ഫരീദൻ അവൻ തനിച്ചായ നിലയിൽ അവൻ ജീവിക്കും, അന്ന ഖാരിബിഹി അവൻ്റെ കുടുംബത്തിൽ നിന്നോ, ബിത്വീബി ഐശീൻ സുഖജീവിതത്തോടെ, വഹും ഏത് സ്ഥിതിയിൽ കുടുംബക്കാര്, ഫീ ശിദ്ദത്തിൽ ളറരി ശക്തമായ ബുദ്ധിമുട്ടിലാണ്. ആ സമയത്ത് അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ തനിച്ചായ നിലയിൽ അവൻ ജീവിക്കും. കമൻ യുജാവിസു സൈലൻ ആഖിദൽ നബി മിൻ ഖൽബിഹി ദൂന ഥൗരിൻ ആബിരിൻ നഹരി. കമൻ ഒരുത്തനെ പോലെയാണ്, യുജാവിസു അവൻ മുറിച്ചു കടക്കും, സൈലൻ ഒഴുകുന്ന വെള്ളത്തെ അവൻ മുറിച്ചു കടക്കും, ആഖിദൽ നബി വാലിനെ പിടിച്ച നിലയിൽ, മിൻ ഖൽബി അവൻ്റെ നായക്കുള്ള വാലിനെ പിടിച്ച നിലയിൽ, ദൂന സൗരിൻ കാളയെ കൂടാതെ, ആബിരിൻ നഹരി നദി വിട്ടുകടക്കുന്ന കാളയെ കൂടാതെ, അവൻ്റെ നായക്കുള്ള വാലിനെ പിടിച്ച നിലയിൽ ഒഴുകുന്ന വെള്ളത്തെ അവൻ മുറിച്ചു കടക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കുടുംബക്കാര് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കെ അവരെ ശ്രദ്ധിക്കാതെ തടിച്ച് സുഖജീവിതം നയിക്കുന്നവൻ്റെ ഉപമ പട്ടിയുടെ വാല് പിടിച്ച് നദി വിട്ട് കടക്കുന്നവനെ പോലെയാണ്. നദി നീന്തിക്കിടക്കുന്ന കാളയുടെ വാലല്ല അവൻ പിടിച്ചത്, അവൻ നദിയിൽ മുങ്ങി മരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെ ശ്രദ്ധിക്കാതെ ഒറ്റക്ക് സുഖിച്ച് ജീവിക്കുന്നവനും അവസാനം നാശമാണ് ഉണ്ടാവുക. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ സഹായം ലഭ്യമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ അല്ലാഹു സഹായിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് സഹായിച്ചാൽ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജല്ലാഹു അൻഹു ബിഹാ കുർബത മിൻ കുർബി യൗമിൽ ഖിയാമ. ആരെങ്കിലും മുസ്ലിമായ സഹോദരൻ്റെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്താൽ അന്ത്യനാളിലുള്ള അവൻ്റെ ബുദ്ധിമുട്ടിനെ അല്ലാഹു തീർത്തു കൊടുക്കുന്നതാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ.
അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു പോയവർ അള്ളാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. സ്വദേശത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവർത്തകന്മാർ അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.